യേശുവെ നന്ദി, മാധവേ നന്ദി. എൻ്റെ പേര് ജെൻസി ജോസഫ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സെൻറ്റ് ജോസഫ് ചർച്ച് ബാബുസപ്പാള്യ സൈറോ മലബാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 14 മാർച്ച് 2023. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഇത് അറിയുന്നത് അമ്മ മൂലമാണ്. അപ്പം അമ്മ ആദ്യം എനിക്ക് ഈ പത്രം തന്നു, ഇങ്ങനെ കൃപാസനുണ്ട്, ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് അത്ര കാര്യമാക്കിയില്ല. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തലേണ അവിടെ വെറുതെ കൊണ്ടിട്ടു. പിന്നെ കുറേ നാളൊന്നും നോക്കിയില്ല. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തോ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് 14 മാർച്ച് 2023 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ 2 ആഴ്ച ചെയ്തു. 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തിന് രാവിലെ എണീക്കാനും മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് 2 വീക്സ് ചെയ്തിട്ട് പിന്നെ 2 ആഴ്ച മുടങ്ങി. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലിച്ച് ഇനി ഞാൻ ചെയ്യുന്നില്ല. കുറേ പേരിങ്ങനെ പറഞ്ഞു, അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, നമ്മൾ പാതിൽ വെച്ച് നിർത്തി എന്നൊക്കെ. പക്ഷേ ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന് നോക്കുമ്പോൾ യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഒരു യൂട്യൂബ് ഷോർട്സ് കണ്ടു. നിങ്ങൾ ഉടമ്പടി മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പാതിൽ വെച്ച് നിർത്തരുത്, നിങ്ങൾ പിന്നെയും തുടങ്ങണം എന്നുള്ള ഒരു ഷോർട്ട് കറക്റ്റ് ആ സമയത്തിന് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. പിന്നെയും സ്റ്റാർട്ടിങ് തൊട്ട് പിന്നെയും ഞാൻ ഉടമ്പടിയുടെ എല്ലാ പ്രേയേഴ്സും ക്യാൻഡിൽ കത്തിച്ചിട്ടുള്ള രാവിലത്തെയും വൈകിട്ടത്തെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം ഉടമ്പടി എടുത്ത് 3 മന്ത്സിന് എനിക്കൊന്നും അത്ര വലിയ വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ അത്ഭുതങ്ങൾ ഞാൻ ആദ്യമായിട്ട് വന്ന് സെപ്റ്റംബർ 15 2023 വന്ന് ഉടമ്പടി ആദ്യമായിട്ട് വന്ന് പുതുക്കിയപ്പോഴാണ് ഒന്നിൻ്റെ പുറകെ ആയിട്ട് കുറേ മിറാക്കിൾസ് ആവാൻ തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കോവിഡിൻ്റെ സമയത്ത് ഞാൻ ജോലി വിട്ടിരിക്കുമായിരുന്നു. ജോലി വിട്ടിട്ട് 1.5 കൊല്ലം വീട്ടിലിരുന്നു. അതിനേക്കാൾ മുമ്പ് 8 കൊല്ലത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു ജോലിക്ക് കയറിയത്. അത് 2 വർഷം ചെയ്തു. 2 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയം ഞാൻ ജോലി വിട്ടത്. പിന്നെ 1.5 വർഷം വീട്ടിലിരുന്നു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയ ജോലിയൊക്കെ 6 മാസം ജോലിക്ക് പോവും, പിന്നെ വിടും, പിന്നെ ഒരു 7 മാസം വേറൊരു ജോലിക്ക് പോവും, പിന്നെ അതും വിടും. അപ്പോൾ അത് കാരണം എനിക്ക് അതേ സാലറി തന്നെയായിരുന്നു, സാലറി കൂട്ടുന്നില്ല. പിന്നെ ജോലി എനിക്കുള്ള എക്സ്പീരിയൻസിലുള്ള ജോലിയല്ല എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്, ഒത്തിരി ബ്രേക്ക് ആയതുകൊണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അന്ന് 15 സെപ്റ്റംബർ 2023 അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നല്ലൊരു ജോലി, എനിക്ക് എക്സ്പീരിയൻസ് ഇത്രയധികം 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനനുസരിച്ച് ഒരു ജോലി. പിന്നെ ഈ ജോലിയിൽ കയറിയിട്ട് ഞാൻ 1 വർഷത്തേക്കാളും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷി ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കി പുറത്ത് ഇറങ്ങി 1 മണിക്കൂർ പോലും ആയില്ല. അപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇരിക്കുമായിരുന്നു വേറൊരു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നാളെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ പോവാണ്, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ബോസിന് പോലും അറിയത്തില്ല, ഞാൻ നിന്നെയാണ് റെഫർ ചെയ്യാൻ പോകുന്നത്, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, നിനക്ക് ഈ പൊസിഷൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ നാളെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ നിൻ്റെ പേര് ഞാൻ റെഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, നീ റെഫർ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുവാണെങ്കിൽ പോവാമെന്ന്. അപ്പോൾ അതുപോലെ അവൾ നെക്സ്റ്റ് ഡേ അവൾ റിസൈൻ ചെയ്യുന്നേക്കാൾ മുമ്പ് എനിക്ക് ഇൻഫർമേഷൻ മാതാവ് തന്നു, ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഡേ അവൾ റെസിഗ്നേഷൻ കൊടുത്ത് ബോസിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ എൻ്റെ പേരാണ് ഏറ്റവും ആദ്യം റെഫർ ചെയ്തത്. എന്നിട്ട് അന്ന് തന്നെ അവൾ കോൾ ചെയ്തു, ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ 1-2 പേരുണ്ട്, നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് ജോലിയും കൺഫേമായി. എന്നിട്ട് ഈ ജോലിയിൽ ഇപ്പം ഞാൻ മോർ ദാൻ 1 ഇയർ ആയിട്ട് ജോലി ചെയ്യുന്നു. നേരത്തെ കിട്ടിയ ശമ്പളത്തെക്കാളും ഡബിൾ സാലറി കിട്ടി. പിന്നെ പ്രൊമോഷനായിട്ട് നേരത്തെ ചെയ്തേക്കാളും മാനേജർ പൊസിഷനും എനിക്ക് ദൈവം തന്നു. മാതാവേ നന്ദി, യേശുവേ നന്ദി. പിന്നെ അടുത്ത അത്ഭുതം എന്ന് പറയണത്, എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ ബോഡി ഭയങ്കരമായിട്ട് വീക്കായിപ്പോയി, വീട്ടിലൊരു ജോലിയും ചെയ്യാൻ പറ്റണില്ല, അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഡോക്ടറെ കാണിച്ചിട്ടും ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഇത് ബൾക്കി യൂട്രസ് ഒത്തിരി വീങ്ങി പോയിട്ടുണ്ട്, സോ അത് സർജറി ചെയ്യണം, പിന്നെ ബയോപ്സി ചെയ്ത് നോക്കണം. 2 വേറെ ഡോക്ടറെ കാണിച്ചിട്ട് അവരത് സർജറി ചെയ്ത് യൂട്രസ് എടുത്ത് കളയുന്നതാണ് അവർ പറഞ്ഞത്.
പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഇത് സർജറി ഇല്ലാതെ ഹീലാവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയിട്ട് ഞാൻ ഉടമ്പടി തൈലം തേച്ചു വയറുമ, പിന്നെ തേനും കുടിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എനിക്ക് സൗഖ്യം തരണമേ, സൗഖ്യം തന്ന ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് വേറൊരു ഡോക്ടറെ കണ്ടു ഈ പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ ഡോക്ടർ പഴയ സ്കാൻ റിപ്പോർട്ടും എല്ലാം ക്ലിയറാണ്, ബൾക്കി യൂട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് പിന്നെ എന്നെ ഫിസിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഫിസിക്കലി ദർ ഇസ് നോ പ്രോബ്ലം, ഞാൻ കുറച്ച് ഗുളികകൾ തരാം, അത് മാത്രം മതി, സർജറിയുടെ യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. കർത്താവേ നന്ദി, മാതാവേ നന്ദി. അടുത്ത മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ സിസേറിയന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് നടുവേദനയായിരുന്നു. ഒരു 12 കൊല്ലം ഞാൻ ആ നടുവേദന അനുഭവിച്ചു. കുറേ നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. കുറേ ഓർത്തോപെഡിക് ഡോക്ടറിനെ കാണിച്ചു, പിന്നെ കുറേ ഫിസിയോതെറാപ്പി ചെയ്തു. അങ്ങനെ കുറേ പൈസ കൺസൾട്ടേഷനും ഫിസിയോതെറാപ്പിയും കുറേ മെഡിസിനൊക്കെ ആയിട്ട് കുറേ ചിലവാക്കി. ഇവിടെ 2ാമത് പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ഈ നടുവേദനയുടെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഞാൻ ആ തൈലം തേച്ചിട്ട് ബാക്കിൽ ഞാൻ തന്നെ തൈലം തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ നടുവേദന മാറ്റി തരണേ, ഇത് മാറുവാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന്. അതുപോലെ ഇപ്പോൾ എനിക്ക് യാതൊരു നടുവേദനയില്ല. 10-20 പേർക്കുള്ള ഭക്ഷണം വെച്ചാലും പച്ചക്കറി നുറുക്കിയാലും എനിക്ക് യാതൊരു നടുവേദനയില്ല. പിന്നെ ഈ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് നമുക്ക് വീട് ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. 12.5 ലക്ഷം കൊടുത്ത നമുക്ക് 3 വർഷത്തേക്ക് നമുക്കവിടെ താമസിക്കാം. ലീസിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ ഓണർ പൈസ തന്നില്ല. അവന് 3.5 ലക്ഷം തന്നിട്ട് ബാക്കി പൈസ കയ്യിൽ പിടിച്ചു. അപ്പോൾ അതിന് നമ്മൾ വീട് അന്വേഷിച്ചപ്പോൾ പൈസ ഇടാൻ കാശില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്തുണ്ടായിരുന്ന കാശ് എൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റ് പിന്നെ ഹസ്ബൻഡ് സഹോദരിയും സഹായിച്ചിട്ട് ഒരു 10 ലക്ഷം എങ്ങനെ ഉണ്ടാക്കി നമ്മളൊരു വീടെടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ മോനും സ്കൂൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂളും കിട്ടി. അപ്പോൾ ഈ പൈസ കിട്ടാണ്ടായപ്പോൾ ഞാൻ 2ാമത് 15 സെപ്റ്റംബർ 23 പുതുക്കാൻ വന്നപ്പോഴും ഈ കാര്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എഴുതി ഇവിടെ പ്രാർത്ഥിച്ചതും അടുത്ത മാസം ഒക്ടോബറിൽ തന്നെ ഫുൾ എമൗണ്ട് ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടി. അതിൽ കുറച്ച് പൈസ അവൻ പിടിച്ചു വെച്ചു, പക്ഷെ ബാക്കിയുള്ള എല്ലാ പൈസ നമ്മൾക്ക് കിട്ടി. പിന്നെ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നുപോയി. ഞാൻ 15 സെപ്റ്റംബറിനെ പുതുക്കിയത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് വിത്തിൻ 1 മന്ത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ആൻഡ് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് വന്ന് 15 ഒക്ടോബർ ആയിരുന്നു. എക്സാക്ട്ലി 1 മന്തിൻ്റെ ഉള്ളിലാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. വേറെ ഇത് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറകെ ലോഗോസ് റിട്രീറ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേർക്ക് ധ്യാനത്തിന് വരുന്നവർക്കൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് അവിടെ ചോദിച്ചിട്ട് അവിടെ വരുന്നവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യാനുള്ള പച്ചക്കറികൾ കുറേ ഉണ്ടാവും നുറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശനിയാഴ്ചകളിൽ എനിക്ക് സാറ്റർഡേ സൺഡേ ലീവാണ്. അപ്പോൾ സാറ്റർഡേ ഞാൻ അവിടെ പോയിട്ട് പച്ചക്കറിക്ക് നുറുക്കി കൊടുക്കാനും അവിടെ സഹായിക്കാനൊക്കെ പോവാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചറിയുന്ന വിധവകൾക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം, പിന്നെ വിൻ്റർ സമയമായപ്പോൾ കമ്പിളി, അങ്ങനെ വിതരണങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. മാതാവേ നന്ദി, യേശുവേ നന്ദി. സങ്കീർത്തനങ്ങൾ 116, 5, 6 തിരുവചനങ്ങൾ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജെൻസി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കലുഷിതമായി പോയ നാളുകളിലാണ് പരിശുദ്ധ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തത്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടിയെടുത്ത ആദ്യ നാളുകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രയാസമായിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയി. എന്നാൽ വീണ്ടും അത് അച്ഛൻ്റെ ധ്യാനം കൂടി. അച്ഛൻ്റെ ധ്യാനത്തിൽ കിട്ടിയ സന്ദേശമനുസരിച്ച് ഉടമ്പടി പ്രകാരം ജീവിച്ചു തുടങ്ങിയപ്പോൾ ഓരോ അവസരത്തിലും സവിശേഷമാം വിധത്തിൽ അമ്മ മാതാവിൻ്റെ വലിയ സഹായം കിട്ടിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ ആദ്യം സൂചിപ്പിച്ചതൊരു ജോലിക്ക് വേണ്ടിയാണ്. ഒത്തിരി ഇടങ്ങളിൽ മാറി മാറി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായി. സ്ഥിരമായി നല്ല സാലറിയോടുകൂടി ഒരു ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നാളുകളിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഒരു ജോലി ഒഴിവ് വരുന്നതിനെക്കുറിച്ച് മുന്നറിവ് ലഭിക്കുകയും
അതേ ജോലി മകൾക്ക് ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുകയും നല്ല സാലറിയുള്ള ജോലി ആയിട്ട് അത് പരിണമിക്കുകയും ചെയ്തു. അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. അതെപ്പോഴും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് സന്ദേശത്തിലൂടെ, വ്യക്തികളിലൂടെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ തമ്പുരാൻ വഴി ഒരുക്കിത്തരും. അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ആ ഒരു വഴിയൊരുക്കുന്നതിൻ്റെ പ്രക്രിയയിലാണ് ഉടമ്പടിയിൽ തിരികെ വന്ന് തീഷ്ണമാകുമ്പോൾ അത് ഒരുപക്ഷെ അറിയേണ്ട ഒരു കാര്യമല്ലെങ്കിൽ കൂടിയും മുൻകൂട്ടി ഒരിടത്ത് ഒഴിവ് വരുന്നത് അറിയുകയും അതിലേക്ക് എത്തപ്പെട്ട് നല്ല രീതിയിൽ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള വഴി തുറക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തത് ശാരീരികമായ രോഗാവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഓപ്പറേഷന് വിധേയമാവണം എന്ന് എല്ലാവരും പറഞ്ഞ 2 ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു വിഷയമായിരുന്നു. എന്നാൽ അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമതൊരാൾ അത് പരിശോധനകൾക്ക് ശേഷം ഓപ്പറേഷൻ ആവശ്യമില്ല, ഫിസിക്കലി ഓക്കെ എന്ന് മകളോട് പറഞ്ഞതിൻ്റെ സന്തോഷമാണ് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന് വീടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വീട് ലീസിനെടുത്തിരിക്കുന്ന വീട്ടിൽ നിന്ന് മാറുവാൻ പോകുമ്പോൾ അതിൻ്റെ ഓണർ കാണിക്കുന്ന ഒരു വിശ്വസ്തതക്കുറവ്, പണം പിടിച്ചു വെച്ചതിലൂടെ ലഭിക്കാതെ മറ്റൊന്ന് കണ്ടെത്തുവാനുള്ള വിഷമങ്ങൾ, അതും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ പണം മുഴുവനും തിരികെ കിട്ടുകയും വീട് സുരക്ഷിതമാകുവാൻ സാധിച്ചു എന്ന് മകൾ പറയുകയും ചെയ്യുന്നു. പിന്നീട് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ തുടരുന്നതിനെയും മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ ഏത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിയോഗങ്ങൾ നാം സമർപ്പിക്കുമ്പോഴും അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മ മാതാവിനോടുള്ള വിശ്വസ്തതയിലാണ് ഉടമ്പടിയുടെ നിയോഗങ്ങൾ എപ്പോഴും വേഗത്തിലത് അനുഗ്രഹമായി തീരുക. പ്രാർത്ഥിക്കുവാൻ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ, ജീവിതം വിശുദ്ധിയിൽ നമ്മൾ നിലനിർത്തുമ്പോൾ, മറ്റുള്ളവരോട് ആദരവും കരുണയും നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ, അതോടൊപ്പം നമ്മൾ തന്നെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിൻ്റെ ഓരോ കാര്യവും നിർവഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നമുക്കെപ്പോഴും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.